ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ അത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതുമാകാം. തീർച്ചയായിട്ടും ഇവിടെ ഒരു മാരേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയവും പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ആ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റി ഓർത്തിരിക്കുന്നതുമാകാം. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റ് ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ പഴയ ചില ബന്ധങ്ങൾ, അതായത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അത്. ഇപ്പോഴും നമുക്ക് അത്രയും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളായിട്ട് വീണ്ടും വീണ്ടും വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു പ്രസന്റ് ലൈഫിൽ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഫ്യൂച്ചറിലേക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നാൽ നമ്മുടെ ഫ്യൂച്ചർ വളരെ മോശമായിരിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു റിപ്ലൈയും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഈ ഒരു സമയം എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്നുള്ളൊരു പ്ലാനിങ് ആയിരിക്കാം. നിങ്ങളുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്.
ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യം കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നുമൊക്കെ നിങ്ങൾ മാറി പല കാര്യങ്ങളും മൂവായി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ലോലി വളരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചെയ്ത കാര്യം വെറുതെ ആയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു പാർട്ട്ണർഷിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 2 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ആളുകൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ കുറേയധികം ആളുകളും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കാതെ ഒന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയുമുണ്ട്. ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. 2 സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്കറിയാത്ത കാര്യം എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒതുങ്ങാത്ത കാര്യം അത് പ്രപഞ്ചത്തിന് വിട്ടുതരുന്നു, ദൈവം തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രാവൽ കാണുന്നുണ്ട്. നിങ്ങൾക്കിവിടെ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. കുറേ കാലം കൊണ്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, എനിക്കൊട്ടും വയ്യാന്നൊക്കെ ചിന്തിച്ച ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റാണ് വരുന്നത്. വലിയൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നാം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്പീഡ് കൂടുതലായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഊർജം ഈ ഒരു സമയം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത്തരത്തിലൊരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആക്ഷൻ എടുക്കാനുള്ളൊരു മെസ്സേജ് വരുമെന്നാണ്. അതായത് ഇത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അവിടെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറേയധികം ആളുകൾക്കും നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റക്കായിരുന്ന ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇവിടെ മാറി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് മടി പിടിച്ച് നിങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ ഒരു സമയം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ്. അപ്പോൾ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാം. അപ്പോൾ പുതിയ പ്രതീക്ഷ അത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ പല കാര്യങ്ങളും ഇങ്ങനെ ഡൗൺ ആക്കി വെക്കാറുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നത് അത് നിങ്ങൾ മതിയാക്കുക. നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുന്നതും അതൊക്കെ തീർച്ചയായിട്ടും ഒന്ന് മതിയാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യത്തിലും ഇടപെടുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ശാന്തവും സ്ഥിരവുമായ ഒരു സമീപനം നിലനിർത്തണം എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയെ ഒന്നിനു വേണ്ടിയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ തീരുമാനമെടുക്കരുത് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ അമിത ചിലവ് നിയന്ത്രിച്ച്, അതായത് വരവിനേക്കാൾ ചിലവായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ഒന്ന്
ബാലൻസിൽ കൊണ്ടുവരണം എന്നൊരു തോന്നലൊക്കെ വരുമെന്നുള്ളതാണ്. അമിത ചെലവ് നിയന്ത്രിക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ചില ആൾക്കാർ നിങ്ങൾ പഴയ ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കണോ, അല്ലെങ്കിൽ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കണോ, അതോ പുതിയൊരു ദിശയിലേക്ക് പോകണോ എന്നൊക്കെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഭാവിയെക്കുറിച്ച് നിങ്ങളൊന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന എനർജിയും കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന ആൾക്കാരുടെ ഒരു എനർജിയുണ്ട്. നിങ്ങളങ്ങനെ ഭയപ്പെടരുത് എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. എൻ്റെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം. അപ്പോൾ ഒരു ഗോള് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുണ്ട് എന്നൊന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യുക. പുതിയ വഴി നിങ്ങൾക്ക് തുറക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വഴികൾ തുറന്നു തരും, ഈശ്വരൻ അതിനുള്ള വഴി കാണിച്ചു തരും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. പിന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം അത് വേണ്ടായിരുന്നുവെന്ന് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തത് അബദ്ധമായി പോയി എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. ഇത് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം, എന്തിനാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളോട് സത്യസന്ധതയില്ലാതെ പെരുമാറുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും എപ്പോഴും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഈ ഒരു സമയം നിങ്ങൾ മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മളോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത ആൾക്കാരെ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും തന്നെ ഈ ഒരു സമയം മറ്റുള്ളവരോട് പറയാൻ പോകരുത് എന്നൊരു മെസ്സേജ് കൂടി ഇവിടെ നൽകുന്നുണ്ട്. അതായത് രഹസ്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വിജയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ ഒരു സമയം നിങ്ങൾ മറ്റാരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ അങ്ങനെ നമുക്ക് വരാനിരിക്കുന്ന വിജയങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൽ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടുകയോ അവിടെ നിങ്ങളൊരു അഭിപ്രായം പറയാനോ ഒന്നും പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം പൊതുവെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചില കാര്യങ്ങളിൽ നമുക്ക് അബദ്ധം പറ്റാം. അപ്പോൾ ആ അബദ്ധത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ പുറത്തു പറയാൻ പറ്റാത്ത ആ ഒരു വേദനയിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ മാത്രം കൊണ്ട് നടക്കുന്ന കുറേ വേദനകൾ ഉണ്ടാവാം. ഇനി ആരും മനസ്സിലാക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്ത, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം. അത് പുറത്തു പറയാൻ പറ്റാതിരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അത് പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ നിങ്ങളെ കാണും എന്നൊരു തോന്നലൊക്കെ, അവരെന്നെ മോശമായിട്ട് കാണുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കാൻ എല്ലാം ഉണ്ടായിട്ടും കുറേ അധികം ആളുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയ പോലത്തെ ഒരു എനർജിയിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ ദൈവം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു ഒറ്റപ്പെടലൊക്കെ മാറി നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവായിട്ടിരിക്കുക.
നെഗറ്റീവ്സിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളിലെ വേദന നിങ്ങൾ ഈ ഒരു സമയം ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആരും അറിയാത്ത കുറേ രഹസ്യങ്ങളുള്ള ആൾക്കാർ, നിങ്ങൾ ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക. അത് മറ്റാരോടും നിങ്ങൾ തുറന്നു പറയേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഇത്തരം ഭാരങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ആ ഒരു അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എപ്പോഴാണ് നമുക്ക് ശത്രുക്കളായി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അവരെ പിന്നീട് നമ്മൾ പേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ മിസ്റ്റേക്സ് വരാം. അപ്പോൾ നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നും തന്നെ നമ്മൾ വലിയ കാര്യങ്ങളാക്കി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഇതെല്ലാം ഉള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നിന്നെല്ലാം ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമൊത്ത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഈ പ്രകൃതി മുഴുവൻ ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ടോ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മരങ്ങളുടെ കീഴിലൊക്കെ ഇരിക്കാനൊന്ന് ശ്രമിക്കുക. അതായത് വലിയ വൃക്ഷങ്ങൾ, ആല് പോലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിരിക്കാൻ അതിനാലൊന്ന് ശ്രമിക്കുക. കാരണം നമ്മളിലുള്ള കുറേ നെഗറ്റീവ്സ് ഈ മരങ്ങൾ വലിച്ചെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയ ഒരു എനർജി ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ പാസ്റ്റിലായിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു എനർജിയാണ്. കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഈ ഒരു സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളോടൊപ്പം നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും സന്തോഷം പങ്കിടാനും ഒക്കെ സാധിക്കും. ഇത് 6 ഓഫ് കപ്പും അതുപോലെ 10 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമൊത്ത് നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ കുറേ വർഷങ്ങളായിട്ട് കാണാതിരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ചില ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതുമാകാം. മാത്രമല്ല ഇത് ചിലപ്പോൾ നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കോ ഒക്കെ പോകണമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അവിടെയുള്ള ആളുകളെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാകാം. പാസ്റ്റിൽ നിങ്ങൾ താമസിച്ച ആ ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്കോ ഒക്കെ നിങ്ങൾ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. ഇത് ചില ആൾക്കാർക്ക് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ, അത് ഒരുപക്ഷെ വ്യക്തികളാകാം അല്ലെങ്കിൽ ജോലിയാകാം. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപററാണ്. തീർച്ചയായിട്ടും നിങ്ങളുടേതായൊരു സ്ഥാനത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു ബഹുമാനവും തരാതിരുന്നുവെങ്കിൽ മറ്റുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കുകയും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഈ ഒരു സമയം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇമോഷണൽ ആകരുത്. നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നേക്കാം. ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്യാം. പക്ഷേ ഒരു തരത്തിലും നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിന് മേൽ എടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എംപറർ എന്ന് പറയുമ്പോൾ ഒരു ലോജിക് മൈൻഡുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിൽ
നിങ്ങൾ തീർച്ചയായിട്ടും കാര്യങ്ങളെയൊക്കെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. ഈ സമയം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നിങ്ങൾ തിരികെ പിടിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സ്ഥാനം ലഭിച്ച് ആ ഒരു ഇരിപ്പിടത്തിലിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അധികാരം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതാവാം. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു വാർത്ത ഈ സമയം ഉണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് ചില വ്യക്തികളെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു അനുഭവം. അത് കൂടുതൽ ആൾക്കാർക്കും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കാനാണ് സാധ്യത. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ ഒരു വൈബ്രേഷൻ അത് നമ്മുടെ ശരീരത്ത് വരാം. നമ്മുടെ ആ ഒരു തേർഡ് ഐയിൽ വൈബ്രേഷൻ വരാം, അല്ലെങ്കിൽ സഹസ്രാരത്തിൽ വൈബ്രേഷൻ വരാം. തീർച്ചയായിട്ടും നിങ്ങളൊരു അവേക്കണിങ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു, അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അനുഭവം നിങ്ങൾക്ക് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിൽ ചില ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണെന്നാണ് കാണുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഓട്ടപ്പാച്ചിലിനൊക്കെ ഒരു അവസാനം വേണം. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ജീവിതം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു റെസ്റ്റ് വേണം എന്നുള്ളതാണ്. ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരു റെസ്റ്റുമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജോലികളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മുന്നറിയിപ്പാണിത്. ഇത് പ്രത്യേകിച്ചും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവരുടെ അവർക്കുള്ളൊരു മെസ്സേജ് കൂടിയാണ്. നിങ്ങൾ റീഡേഴ്സ് ആകാം, ഹീലേഴ്സ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കൊരു റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോകുന്നത് ഈ ഒരു സമയം നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി അത് നിങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കുക. മാത്രമല്ല ഇവിടെ നിങ്ങൾ പ്രകൃതിയുമായിട്ടൊന്ന് കണക്റ്റ് ആവുക എന്നുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട്. 10 ഓഫ് കപ്സിലും അങ്ങനൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് നിങ്ങളിപ്പോൾ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിലോ ഒക്കെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വിശ്രമം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ റെസ്റ്റ് എടുക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും റെസ്റ്റ് ആവശ്യമുള്ള ഒരു സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. പിന്നെ ഇവിടെ മജീഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതായത് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല, എനിക്കെപ്പോഴും പ്രശ്നങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ ഒഴിവാക്കി കളയുക. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോയിട്ട് വീണ്ടും അത് മാനിഫെസ്റ്റ് ആകും. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും മാനിഫെസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ വിചാരിക്കും തോറും നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഇത് തന്നെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് തന്നെ വീണ്ടും മാനിഫെസ്റ്റ് ആകും എന്നുള്ളതാണ്. വീണ്ടും അത് റിയാലിറ്റിയിലേക്ക് മാറും. അതിനാൽ എപ്പോഴും നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ കുറേ നെഗറ്റീവ്സ് അത് നമ്മളിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ചിന്തകളും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ ഒരു സമയം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിത വിജയത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണിത്.
തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ 2 കാര്യങ്ങൾക്കിടയിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം തുടങ്ങണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് ഒരു വിഷമിച്ചിരിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു വഴി നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മജീഷ്യൻ വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യാത്രയുണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു യാത്രയായിരിക്കാം. അപ്പോൾ ഒരു യാത്രയുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്നും അതൊക്കെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ടെമ്പറൻസും ചാരിയറ്റും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യുന്നു എന്നാണ്, ഒരു ബാലൻസിൻ്റെ എനർജിയാണ് ഇന്ന് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ കുറേ കാലമായി സ്റ്റോപ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങളൊന്ന് ചലിച്ചു തുടങ്ങുന്ന എനർജിയാണ്. ഒരു മൂമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കിവിടെ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളിൽ കൂടി കടന്നുപോയ ചില ആളുകളുടെ ഒരു എനർജിയാണിത്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണിത്. കൂടുതലും നമ്മൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതലും നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ കളിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉറക്കമില്ലാതിരുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഈ സമയം നിങ്ങളത് വിട്ടുകളയണം എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വിട്ടേക്കുക. അത് വെറും ഭയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ കളിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.